ഹായ്, ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് തേർഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ജെൽ ഇലക്ട്രോഫോറസിസ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലോണിംഗ് വെക്റ്റർ ആൻഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഓരോന്നായി നോക്കാം. പഴയ ഒരു ടോപ്പിക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു RDNA ടെക്നോളജിക്ക് ചില ടൂൾസ് ആവശ്യമുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ഗുണങ്ങളുള്ള ഒരു ജീൻ എവിടെയെന്ന് കണ്ടെത്തണം. അത് ഏത് ഓർഗാനിസത്തിലുണ്ടോ ആ ഓർഗാനിസത്തിൽ നിന്ന് അതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത DNA മറ്റൊരു ഓർഗാനിസത്തിന്റെ DNA കൂട്ടിച്ചേർക്കണം. ഡയറക്റ്റ് കൂട്ടിച്ചേർക്കോ അല്ല എങ്കിൽ ഒരു വെക്ടറിനെ ഉപയോഗിച്ച് അവിടേക്ക് എത്തിക്കുകയോ ചെയ്യും, അല്ലേ? സോ ഏറ്റവും ആദ്യം ആവശ്യമെന്ന് പറയുന്നത് ഡിസൈഡ് ജീൻ സെഗ്മെന്റ് ആണ്, അല്ലേ? നമുക്ക് ആവശ്യമായ നല്ല ഗുണങ്ങളുള്ള ഡിസൈഡ് ജീൻ സെഗ്മെന്റ് വേണം. ഈ ജീൻ സെഗ്മെന്റ് ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി ആ ഓർഗാനിസത്തിന്റെ DNA-യിൽ നിന്ന് അതിനെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് അതിന് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും സ്പെസിഫിക് ആണ് അതിന്റെ ഫംഗ്ഷനിൽ. അതിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്പെസിഫിക് ബേസ് സീക്വൻസുകളുണ്ട്. അവിടെ മാത്രമേ അതിന് മുറിവുണ്ടാക്കാൻ സാധിക്കൂ. അല്ലാതെ ഒരു സ്ഥലത്തും മുറിവുണ്ടാക്കാൻ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനും സാധിക്കില്ല. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഓരോ സ്പെസിഫിക് ബേസ് സീക്വൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ആ സീക്വൻസുകളെ നമ്മൾ എന്താ വിളിച്ചത്? റെസ്ട്രിക്ഷൻ സൈറ്റ്, അല്ലെങ്കിൽ ആ സീക്വൻസ് ഓഫ് DNA എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നും പറഞ്ഞു. അതിനെ പാലിൻഡ്രോമിക് ബേസ് സീക്വൻസ് എന്ന് പറഞ്ഞു, ആണല്ലോ. സോ ഡിസൈഡ് ജീൻ സെഗ്മെന്റിൽ പാലിൻഡ്രോമിക് ബേസ് സീക്വൻസ്, അതായത് ഒരു പർട്ടിക്കുലർ എൻസൈം ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ എൻസൈം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് ജീൻ സെഗ്മെന്റിനെ മുറിച്ചെടുക്കണം. അപ്പോൾ ഡിസൈഡ് ജീൻ സെഗ്മെന്റിന്റെ ബേസ് സീക്വൻസ് അനുസരിച്ച് മുറിവുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഹോസ്റ്റ് DNA, ആ ഒരു എന്താ പറയുക, സോഴ്സ് DNA ആ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ DNA എവിടെയെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലോ. ആ DNA നമുക്ക് ഹോസ്റ്റ് DNA എന്ന് പറയാം. ആ ഹോസ്റ്റ് DNA-യിലേക്ക് അതിനെ ഡയറക്റ്റ് എത്തിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക, ഒരു ഏജന്റ് മുഖേന കൊണ്ടെത്തിക്കുകയോ ചെയ്യാം. ആ ഏജന്റാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചിരുന്നു, പ്ലാസ്മിഡ് വെക്ടേഴ്സ്. ഒരു തരം വെക്ടറാണ്. അല്ലെങ്കിൽ ഒരു ഫോറിൻ DNA സെഗ്മെന്റിനെ ഒരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവയാണ് വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടേഴ്സ് DNA സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ DNA-യും ഒരു മുറിവുണ്ടാകണം. ആ മുറിവിലേക്ക് വേണം ഫോറിൻ DNA സെഗ്മെന്റ് ഇൻസേർട്ട് ചെയ്യാൻ, അല്ലേ? സോ ആ ഫോറിൻ DNA സെഗ്മെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ തക്കവണ്ണം ഒരു സൈറ്റ് എവിടെയും ഉണ്ടായിരിക്കണം, ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ DNA-യിലും ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഉള്ള DNA സീക്വൻസിൽ നമ്മളിവിടെ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചോ ആ റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ടുണ്ടാക്കാൻ പറ്റുന്ന അതേ ബേസ് സീക്വൻസ് ഹോസ്റ്റ് DNA-യിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെക്ടേഴ്സിലാണ് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെക്ടർ DNA-യിൽ ഉണ്ടായിരിക്കണം, അല്ലേ? സോ വെക്ടറിന്റെ DNA-യും ഡിസൈഡ് ജീൻ സെഗ്മെന്റ്, അതായത് ബെറ്റർ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ജീൻ സെഗ്മെന്റ് എവിടെ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നു അവിടെയും ഉപയോഗിക്കുന്നത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈമാണ്. എങ്കിൽ മാത്രമേ ലിഗേസ് ആക്ടിവിറ്റി പൂർണ്ണമാവുള്ളൂ, അല്ലേ? അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന DNA സെഗ്മെന്റ് മുറിച്ചെടുക്കാനും എവിടേക്കാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവിടെ മുറിവുണ്ടാക്കി വേണം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അവിടെ മുറിവുണ്ടാക്കണമെങ്കിലും സെയിം റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഉപയോഗിക്കപ്പെടുക. സോ ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഡിസൈഡ് ജീൻ സെഗ്മെന്റ് വേണം, അതുപോലെ എൻസൈംസ് വേണം. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് വേണം. ബയോളജിക്കൽ ഗ്ലൂ എന്ന് പറയുന്ന ലിഗേസ് എൻസൈം വേണം. ഇനി അതുപോലെ
പോളിമറൈസ് എൻസൈം, അത് ന്യൂക്ലിയോടൈഡിന്റെ ഫോർമേഷന് സഹായിക്കും, റെപ്ലിക്കേഷന് സഹായിക്കും. ദെൻ വെക്ടേഴ്സ് വേണം. ഒരു ഓർഗാനിസത്തിലേക്ക് ആ DNA കൊണ്ടെത്തിച്ചു കൊടുക്കണമെങ്കിൽ ഒരു DNA സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA വേണം, അതാണ് വെക്ടർ. ഇനി അതുപോലെ ആ വെക്ടറിനെ ഉപയോഗിച്ച് നമ്മൾ ഏത് ന്യൂ ഇൻഡിവിജ്വലിലാണോ ആ ക്യാരക്ടർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ ഇൻഡിവിജ്വലിലേക്ക് ഡയറക്റ്റ് ആണ് കൊണ്ടുചെല്ലുന്നതെങ്കിൽ അവിടെ ആ DNA പാർട്ടാക്കാൻ വേണമെങ്കിൽ പോലും നമുക്ക് സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കണം, അല്ലേ? ഇനി അങ്ങനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസം നമ്മൾ ഉദ്ദേശിക്കുന്ന ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹോസ്റ്റ് ഓർഗാനിസവും അപ്പോൾ റിക്വയർഡ് ആണ്. സോ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി, ഡിസൈഡ് ജീൻ സെഗ്മെന്റ്, അത് കട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ എൻസൈം, ഇനി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഹോസ്റ്റ് ഓർഗാനിസം വേണം, കൊണ്ടു കൊടുക്കാൻ ഒരു വെക്ടർ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ആ DNA മുറിക്കണമെങ്കിലും അതേ റെസ്ട്രിക്ഷൻ എൻസൈം വേണം. ഇനി വെക്ടറിൻ്റെ DNAയിലേക്ക് ഡിസൈഡ് ജീൻ സെഗ്മെന്റ് കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്ത് വേണം? ലിഗേസ് എൻസൈം വേണം. ഈ ലിഗേസ് എൻസൈം ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത വെക്ടറിനെ, ആ വെക്ടറിനെ അതേപടി വേണമെങ്കിൽ ഒരു ഓർഗാനിസത്തിലേക്ക് കടത്തിവിടാം. കാരണം വെക്ടറിന് എങ്ങനെയുള്ള കഴിവുണ്ടാവണം നമ്മൾ പറഞ്ഞു? സെൽഫ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം, അല്ലേ? സോ അതുകൊണ്ട് ഏത് ഓർഗാനിസത്തിലേക്ക് എത്തിയാലും സ്വന്തമായിട്ട് അതിന് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളൊന്നുകൂടി പറയാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആർ യൂസ്ഡ് in genetic engineering to form recombinant molecules of DNA which are composed of DNA from different sources of genomes. രണ്ട് ഡിഫറെൻ്റ് ഓർഗാനിസത്തിലെ DNAകളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? റീകോമ്പിനന്റ് DNA. ഇനി when cut by the same restriction enzyme, the resultant DNA fragments have the same kind of sticky ends and these can be joined together. അതായത് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ആ DNA കട്ട് ചെയ്യാൻ, ഒരു DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസ് സീക്വൻസ് എന്താണോ അവിടെ നഷ്ടമാകുന്ന പീസിന് പകരമായിട്ട് അവിടേക്ക് ചേരുന്ന DNA ബേസ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് അവിടെ ഉണ്ടായിരുന്ന ബേസ് സീക്വൻസുകളുടെ കോംപ്ലിമെൻ്ററി ബേസിസ് ആണ്. അതേ കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ് ഉള്ളവ വേണം അവിടേക്ക് കൂട്ടിച്ചേർക്കാൻ, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടും പാലിൻഡ്രോമിക് സീക്വൻസസ് സെയിം ആയിട്ടുള്ള ജീൻ സെഗ്മെന്റ്സിനെയാണ് ലിഗേസ് എൻസൈം ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഇനി നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ കാര്യം ഒന്ന് നോക്കാം. ഇതാ നോക്കിയേ, ഫോറിൻ DNA is cut by the restriction enzyme. The same enzyme is used to cut the vector DNA plasmid. ഇവിടെ ഫോറിൻ DNA കട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു സെഗ്മെന്റ് മുറിച്ചെടുക്കുന്നു. ഇതാണ് ഡിസൈഡ് ജീൻ സെഗ്മെന്റ്. ഈ ഡിസൈഡ് ജീൻ സെഗ്മെന്റിനെ വെക്ടറിലേക്ക് കടത്തണം. അതിനെന്ത് ചെയ്യുന്നു? വെക്ടറിന്റെ DNAയിലും ഒരു മുറിവുണ്ടാക്കുന്നു. വെക്ടർ DNAയിൽ എങ്ങനെയാണ് മുറിവുണ്ടാക്കുന്നത്? യൂസിങ് ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ആൻഡ് പ്രൊഡ്യൂസ് എ കട്ട്. ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഫോറിൻ DNAയുടെ ഈ സെഗ്മെന്റ് കൂട്ടിച്ചേർക്കുന്നു. ഫോറിൻ DNA സെഗ്മെന്റ് കൂട്ടിച്ചേർത്ത് ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് റീകോമ്പിനന്റ് DNA. ദാറ്റ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത് വെക്ടറിന്റെ DNA ആണ്, പ്ലാസ്മിഡ് DNA ആണ്. സോ ഇറ്റ് ഇസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA. സോ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ ബാക്ടീരിയൽ സെൽ ഫോർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ ബാക്ടീരിയൽ സെല്ലിന് ഈ ഒരു ട്രാൻസ്ഫോംഡ് പ്ലാസ്മിഡ് ആണ് കിട്ടുന്നത്, അല്ലേ? സോ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന പ്ലാസ്മിഡും എന്തായിരിക്കും? ആ ട്രാൻസ്ഫോംഡ് പ്ലാസ്മിഡ് ആയിരിക്കും, ഹാവിങ് ദ ജീൻ സെഗ്മെന്റ്, ഫോറിൻ ജീൻ സെഗ്മെന്റ്. ഇതാണ് ഇങ്ങനെ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ആർ DNA ടെക്നോളജി. ഓക്കെ, ഇനി അങ്ങനെ DNA ഫ്രാഗ്മെന്റ്സ് ആക്കിയെടുത്തു. ഈ ഫ്രാഗ്മെന്റ്സിൽ നിന്ന് ഒരു DNA വളരെ നീളമുള്ള മോളിക്യൂളാണ്. അതിൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് മുറിവുണ്ടാക്കാൻ പറ്റുന്ന ഒന്നിലധികമോ സൈറ്റ് കാണാം. പക്ഷേ എങ്കിലും ആ DNA ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിക്കുകയാണെങ്കിൽ ഒന്നിലധികം
റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ആ DNA-യിൽ ഉണ്ടെങ്കിൽ DNA പല പീസസായി മുറിഞ്ഞു പോകും. ചെറിയ പീസ് കാണും, വലുത് കാണും, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഏതെന്ന് അതിനെ തിരിച്ചറിയണം, അല്ലേ? അപ്പോൾ അതിനെന്താണ് മാർഗം? നമുക്ക് വേണ്ട ജീൻ സെഗ്മെൻറ്റിൻ്റെ ബേസ് സീക്വൻസിൻ്റെ ഒരു മുൻധാരണ നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ആവശ്യമായ ജീൻ സെഗ്മെൻറ്റ് ഏതൊക്കെ ബേസ് സീക്വൻസുകൾ അടങ്ങിയതാണെന്നും അതിനെത്ര വലിപ്പമുണ്ട് എന്നും ഒരു പ്രീവിയസ് നോളജ് നമുക്കുണ്ടായിരിക്കണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് DNA-യിൽ നിന്ന്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം അപ്ലൈ ചെയ്ത് മുറിഞ്ഞ് പല പീസായി പോയ ഒരു മിക്സ്ചർ ഓഫ് DNA-യിൽ നിന്ന് ആ റിക്വയർഡ് വണ്ണിനെ സെലക്ട് ചെയ്യാൻ നമുക്കൊരു മാർഗം ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. നോക്കാം. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട്സ് ഇൻ ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുമ്പോൾ. ഉണ്ടായ ജീൻ സെഗ്മെന്റ്സിൽ നമുക്ക് വേണ്ടത് ഏതെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് സീക്വൻസുകളെ പറ്റി ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ അവയുടെ വലിപ്പത്തെ പറ്റി ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കിയുള്ളവയിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ദാറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. These fragments can be separated by a technique known as gel electrophoresis. So gel electrophoresis ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് വേണ്ടതിനെ സെലക്ട് ചെയ്യാം? അതിന് ചെയ്യുന്നത് DNA എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂളാണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു ഫീച്ചർ അതിൻ്റെ മുതലെടുത്തുകൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നാണ് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയത്. DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നത് അതിനെ ഫോഴ്സ്ഫുള്ളി പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വെറും ഒരു പ്ലെയിൻ പ്രതലത്തിലല്ല, ഒരു മീഡിയത്തിലൂടെയാണ്. ആ മീഡിയം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അഗറോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. അഗർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സീ വീഡ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാണ്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA മോളിക്യൂളിനെ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യിക്കുന്നു അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് ആ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ മൂവ് ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഒരു മീഡിയം കൊടുക്കുന്നത്. ആ മീഡിയം നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് പറഞ്ഞത് അഗറോസ് ജെൽ. ഈ അഗറോസ് എന്ന് പറയുന്ന വസ്തു നിറയെ പോഴ്സ് ഉള്ള ഒരു സീവീഡിൽ നിന്ന് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. നിറയെ പോഴ്സ് ഉണ്ട്, ചെറുതും വലുതുമായ പോഴ്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുമ്പോൾ അതിലെ വലിയ ഫ്രാഗ്മെന്റ്സ് ഈ പോഴ്സിലുള്ള, അതായത് അഗറോസ് ജെല്ലിന്റെ വലിയ പോഴ്സിലേക്ക് അങ്ങ് പൂഴ്ന്നു പോകും. എന്നാൽ ചെറിയ DNA ഫ്രാഗ്മെന്റ്സിന് കൂടുതൽ എഫക്റ്റ് ഇലക്ട്രിക് ഫീൽഡിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ ഫ്രാഗ്മെന്റ്സ് കൂടുതൽ ദൂരം ആ ജെല്ലിലൂടെ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങ് അറ്റമെത്തുന്നതിനും അനുവദിക്കില്ല, അതായത് പോസിറ്റീവ് ടെർമിനലിൽ എത്താൻ അനുവദിക്കില്ല. ആ മീഡിയത്തിൽ വെച്ച് തന്നെ, മീഡിയത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ ഇലക്ട്രിക് ഫീൽഡ് മാറ്റി അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും അഗറോസ് ജെൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അഗറോസ് ജെല്ലിന്റെ പ്രിപ്പറേഷനാണ് ആദ്യം നടത്തുക. അഗറോസ് ജെൽ പ്രിപ്പയർ ചെയ്യും. അഗറോസ് ജെൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു കളറിങ് ഏജന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻ കൊടുക്കും. DNA കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെയിനിന് പറയുന്ന പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. സോ അഗറോസ് ജെൽ സൊല്യൂഷനോട് എത്തിഡിയം ബ്രോമൈഡ് മിക്സ് ചെയ്ത് ആണ് എടുക്കുക. അഗറോസ് ജെൽ അതിനെ ദ്രാവക രൂപത്തിലുള്ളതിനെ ഒന്ന് സോളിഡിഫൈ ചെയ്ത്, അതായത് നമ്മൾ മാവൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ അതിനെ ഒന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുത്തിട്ടാണ് അതിലേക്ക് ഈ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. ഏത് എത്തിഡിയം ബ്രോമൈഡ് എന്ന സ്റ്റെയിൻ ആഡ് ചെയ്യുക. സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം അതിനെ ഒരു മോൾഡിൽ, ഇതൊരു മോൾഡാണ്,
ആ മോൾഡിൽ ഒഴിച്ച് അതിനെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ മോൾഡ് ഈ ഒരു ബോക്സിനുള്ളിൽ ഈ ജെല്ല് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ജെല്ല് ഒഴിച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സോളിഡിഫൈ സെറ്റാകും. ഒരു ജെൽ എന്താ പറയുക, അത് സെമി സോളിഡായി മാറും. ആ ജെല്ലിലാണ് DNA ലോഡ് ചെയ്യുന്നത്. DNA ലോഡ് ചെയ്യാൻ വേണ്ടി ഈ ജെല്ല് കട്ടിയാകുന്നതിന് മുമ്പ്, അതായത് അതിനെ ഈ ലിക്വിഡ് രൂപത്തിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ച് വെക്കുമ്പോൾ ഒരു എൻഡിലായിട്ട് ഒരു നമ്മൾ സാധാരണ തല ചീകാൻ ഉപയോഗിക്കുന്ന ചീപ്പില്ലേ, അതുപോലെ ഒത്തിരി കുഞ്ഞ് എന്താ പറയുക കാലുകളുള്ള കോമ്പ്, ഇവിടെ DNA കോമ്പ് എന്ന് വിളിക്കും. അതിനെ ഈ ഒരേ വലിപ്പമുള്ള DNA കോമ്പ് ഈ ജെൽ പീസിനുള്ളിലേക്ക് ഇറക്കി വെക്കും. ജെൽ പീസല്ല, സോറി, ആ ജെല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അഗറോസ് സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ടാണ് അത് സെറ്റാകാൻ അനുവദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ജെല്ല് സെറ്റായി കഴിയുമ്പോഴേക്ക് ഈ കോമ്പ് നമുക്കങ്ങ് മാറ്റാം. ആ കോമ്പിൻ്റെ വലിപ്പത്തിൽ അവിടെ കുഴികൾ ഉണ്ടായിരിക്കും. ആ കുഴികൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നറിയാമോ? ടു ലോഡ് ദി DNA. ഇനി എല്ലായ്പ്പോഴും DNAയിൽ ലോഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു 10 സ്ലോട്ട്സ് ഉണ്ട് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എങ്കിൽ അതിലെ ഒന്നാമത്തെ സ്ലോട്ടിൽ എപ്പോഴും ഒരു നോൺ എന്ന് വെച്ചാൽ അറിയാവുന്ന, നമുക്ക് ആവശ്യമുള്ള DNAക്ക് തുല്യമായ വലിപ്പമുള്ള DNA സെഗ്മെന്റ്സ് ആയിരിക്കും ആഡ് ചെയ്യുക. കാരണം അതാണ് നമുക്ക് ഇൻഡിക്കേഷൻ തരിക. നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന മിക്സ്ചറിലെ DNA സെഗ്മെന്റ്സിൽ നിന്ന് അതേ വലിപ്പത്തിലുള്ള DNA സെഗ്മെന്റ് ഏത് എന്ന് കണ്ടെത്താൻ സഹായിക്കുക നമ്മൾ ആദ്യത്തെ സ്ലോട്ടിൽ ഒഴിക്കുന്ന വെൽ നോൺ DNA എക്സ്ട്രാക്റ്റ് ആയിരിക്കും. സോ ഇനി അതിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക്, ഈ ഒരു എക്യുപ്മെന്റിനുള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അത് കവർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ DNA കളർ ചെയ്താണ് എവിടേക്ക് ഒഴിക്കുക? ഇതിലെ സ്ലോട്ടുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കറണ്ട് കടത്തിവിടും, ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടും. അപ്പോൾ അതിനെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യാനാണല്ലോ പോകുന്നത്. സോ ആ പോസിറ്റീവ് ടെർമിനലിലേക്ക് അതിന് ഈ നിറം സ്റ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്റ്റെയിൻഡ് DNA മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് കാണാം. ഇനി അതിൻ്റെ വിഷ്വലൈസേഷൻ, ഇതിൽ തന്നെ വലിപ്പം കൂടിയ DNA ഫ്രാഗ്മെന്റ്സ് പെട്ടെന്ന് തന്നെ ആ ജെൽ പീസിലുള്ള വലിയ പോഴ്സിലേക്ക് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. എന്നാൽ വലിപ്പം കുറഞ്ഞവ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് കൊണ്ട് കൂടുതൽ ദൂരം, അതായത് പോസിറ്റീവ് ടെർമിനലിനടുത്തേക്ക് മൂവ് ചെയ്യും. ഇനി പോസിറ്റീവ് ടെർമിനൽ വരെ എത്താൻ അനുവദിക്കുന്നില്ല. അതിനു മുമ്പ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ചെയ്യും. എന്നിട്ട് ആ ജെൽ പീസ് എടുത്ത് UV ലൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇതുപോലെ നമുക്ക് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് എന്ത് കിട്ടുമെന്നറിയാമോ? DNA ഫ്രാഗ്മെന്റ്സ് കിട്ടും. ഇത് ഓരോന്നും വലിപ്പമനുസരിച്ച് ആണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ചെറിയ വലിപ്പമുള്ളവ എവിടേക്ക് പോയി? ദൂരേക്ക് പോയി. വലിയ വലിപ്പമുള്ളവ ആ കുഴികളിനടുത്ത് തന്നെയാണ്. ഇതാണ് ആ കുഴികൾ. ആ കുഴികളുടെ അടുത്ത് തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയവ അതിലെ പോഴ്സിലേക്ക്, ഇതിലെ ജെല്ലിലെ പോഴ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു. വലിപ്പം കുറഞ്ഞവ കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്തു. ഇനി നമ്മൾ ആദ്യത്തെ സ്ലോട്ടിൽ ഒഴിച്ച DNAയുടെ വലിപ്പം അനുസരിച്ച് അതിന് നേരെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടവ, ഇപ്പോൾ ഒരു പക്ഷേ ഇതാണ് ആ DNA, നമ്മുടെ ആവശ്യമുള്ള DNA പീസെങ്കിൽ അതിന് നേർക്ക് ഡെപ്പോസിറ്റ് ചെയ്തവയെല്ലാം ഒരേ വലിപ്പമുള്ളവയായിരിക്കും അല്ലേ? സോ ജെൽ പീസ് സഹിതം ആ ഒരു പാർട്ട് മുറിച്ചെടുത്ത് സ്യൂട്ടായിട്ടുള്ള സോൾവെന്റിലിട്ട് DNA വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജെൽ ഇലക്ട്രോഫോറസിന് ആവശ്യമായ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു പവർ സപ്ലൈ ആണ്. ജെൽ ടാങ്ക് ആണിത്. ഇതൊരു കാസ്റ്റിംഗ് ട്രേ എന്ന് പറയും. ഇതിലാണ് നമ്മൾ ജെൽ പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഈ എക്യുപ്മെന്റ്, ഈ ജെൽ ടാങ്കിന്റെ മൂടിയാണ്, കവറാണ്. പിന്നെ ഇലക്ട്രിക് ലൂപ്പ്. ഇതാണ് DNA കോംബ്. ചീപ്പ് പോലെ ഇരിക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം ഈ കാസ്റ്റിംഗ് ട്രേയിൽ ഒരു കവർ വെക്കും. ഈ രണ്ട് സൈഡും ഒന്ന് കവർ ചെയ്തിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ അഗറോസ് ജെല്ല് നല്ലതുപോലെ ചൂടാക്കി പിന്നെ സ്റ്റെയിനും ചേർത്ത് ഇതിലേക്കാണ് ഒഴിച്ചു വെക്കുക.
ഈ ഒഴിച്ചു വെക്കുന്നിടത്ത് കോമ്പ് വെക്കാനുള്ള പ്ലേസ് ആണ് ഇതാ ഇവിടെ ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ സെപ്പറേഷൻ കാണുന്നില്ലേ, അതിലേക്ക് ഈ കോമ്പ് ഇറക്കി വെക്കാം. ഒന്നിലധികം സ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ലെയറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ ഒന്നിലധികം കോമ്പ് വെക്കാം, അല്ലെങ്കിൽ ഒറ്റ കോമ്പ് വെക്കാം. ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു കോമ്പ് വെക്കാം. ആ കോമ്പ് വെച്ച സ്ഥലത്ത് കുഴികളുണ്ടാകും, ബാക്കി ഭാഗം കട്ടിയാകും. ആ കുഴികളിലേക്കാണ് DNA ലോഡ് ചെയ്യുക. എന്നിട്ട് DNA ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ജെൽ പീസ് കട്ടിയായി കഴിയുമ്പോൾ ഈ കോമ്പ് എടുത്ത് മാറ്റിയിട്ട് ഈ ജെൽ പീസിനെ ഏതാണ്ട് ഈ ജെൽ ടാങ്കിലേക്ക് ഇറക്കി വെക്കും. ഈ ജെൽ ടാങ്കിൽ ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ഒഴിച്ചു കൊടുക്കും. എന്തിനാണെന്നറിയാമല്ലോ, ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടേണ്ടതല്ലേ, അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് ഒഴിച്ചു വെക്കും. എന്നിട്ട് അതിനെ ഇലക്ട്രിക് കറണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് ഈ ജെൽ പീസിലെ സ്ലോട്ടുകളിൽ DNA ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവർ വെച്ച് അടച്ച് അതിനെ കറണ്ടുമായിട്ട് കണക്ട് ചെയ്യും. കറണ്ടിൻ്റെ എഫക്റ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റിൽ DNA മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അത് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ DNA നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം DNAക്ക് കളറില്ല. കളർ ഉണ്ടാകാനാണ് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിച്ചത്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൽ കുറച്ച് സമയം അതിനെ മൂവ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. പിന്നീട് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ചെയ്തിട്ട് ജെൽ പീസിനെ UV റേസ് അപ്ലൈ ചെയ്യുമ്പോൾ ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് DNA മോളിക്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, DNA സെപ്പറേറ്റ് ചെയ്യുന്നത്. Since DNA fragments are negatively charged molecules, they can be separated by forcing them to move towards the anode under an electric field through a medium or matrix. Nowadays, the most commonly used matrix is agarose gel. അതിനെ എവിടെ നിന്ന് കിട്ടുന്നതാണ്, സീ ബീഡ്സിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞു. ഈ DNA ഫ്രാഗ്മെന്റ്സിനെ അവയുടെ വലിപ്പം അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. The DNA fragments separate according to their size through sieving effects provided by agarose gel. Sieving effect എന്ന് പറഞ്ഞാൽ അരിപ്പ പോലെയാണ് എന്ത് ഫംഗ്ഷൻ ചെയ്യുന്ന, ഒരു സ്പോഞ്ചിലെ സുഷിരങ്ങൾ പോലെയാണ് ഒരു അഗരോസ് ജെല്ല് ഫംഗ്ഷൻ ചെയ്യുക. അപ്പോൾ അതിലെ സുഷിരങ്ങളിലേക്ക് വലിപ്പം കൂടിയ ഫ്രാഗ്മെന്റ് പെട്ടെന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. സ്മോളർ ഫ്രാഗ്മെന്റ്സ് കൂടുതൽ ദൂരം യാത്ര ചെയ്യും. ഹെൻസ് സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. അത്രയും ദൂരം അത് യാത്ര ചെയ്യും. ഇതതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ആ ജെൽ ടാങ്കിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ജെൽ പീസാണിത്. ഇതിന് മുകളിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെർമിനലിനടുത്തേക്കാണ് DNA സ്ലോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. ആ സ്ലോട്ടിലേക്കാണ് DNA മോളിക്യൂൾ ലോഡ് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കടത്തി വിടുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഈ DNA പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ജെൽ പീസിൽ പല സ്ഥലത്തായിട്ട് DNAകൾ അതിൻ്റെ വലിപ്പം അനുസരിച്ച് DNA സെഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താണ്, അണ്ടർ UV റേ എക്സ്പോഷർ. കാരണം എന്താ, യു കനോട്ട് സീ പ്യുവർ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ദ വിസിബിൾ ലൈറ്റ് ആൻഡ് വിതൗട്ട് സ്റ്റെയിനിങ്. കളറില്ലാതെ നമുക്ക് വിസിബിൾ ലൈറ്റിൽ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അണ്ടർ UV റേ എക്സ്പോഷർ എന്ത് കാണാൻ സാധിക്കും, യു ക്യാൻ സീ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓഫ് DNA in an etherium bromide stained gel exposed to UV lights. ഓക്കെ, ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ആ ജെൽ പീസ് സഹിതം മുറിച്ചെടുത്ത് സ്യൂട്ടായിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. സോ വാട്ട് ഈസ് എല്യൂഷൻ? ജെൽ ഇലക്ട്രോഫോറസിസ് മുഖേന സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ ആ ജെൽ പീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാണ്. ജെൽ പീസ് സഹിതമാണ് മുറിച്ചെടുക്കുന്നത്, കാരണം ജെൽ പീസിലേക്ക് എംബഡ് ചെയ്തിരിക്കുകയാണ് DNA ഫ്രാഗ്മെൻറ്റ്സ്. സോ ജെൽ പീസ് സഹിതം മുറിച്ചെടുത്ത് സ്യൂട്ടായിട്ടുള്ള സോൾവെന്റിൽ ഇട്ട് ജെല്ല് റിമൂവ് ചെയ്ത് DNA ഫ്രാഗ്മെൻറ്റ്സ് പ്യുവർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക,
എല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, സോ DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് എങ്ങനെ കിട്ടി? പ്യുവർ ഫോമിൽ കിട്ടി. ഇനി the DNA fragments purified in this way are used for constructing recombinant DNA by joining them with the cloning vectors. Cloning vector എന്താണെന്ന് അറിയാം. ഫോറിൻ DNA സെഗ്മെന്റ് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എത്തിക്കണമെങ്കിലോ അല്ല എങ്കിൽ അതിന് ഒരു വാഹകനായിട്ട് നിൽക്കുന്ന DNA ആണ് പ്ലാസ്മിഡ് DNA. മിക്കവാറും പ്ലാസ്മിഡ് DNA എന്താണ് വിളിക്കുക? വെക്റ്റേഴ്സ് എന്ന് വിളിക്കും. സോ അവ ക്ലോണിംഗ് വെക്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ് ക്ലോണിംഗ് വെക്റ്റർ എന്ന് നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് ഇസ് ക്ലോണിംഗ് വെക്റ്റേഴ്സ്. മോളിക്കുലർ ക്ലോണിങ്ങിൽ എ വെക്റ്റർ എന്ന് പറയുന്നത് ഒരു DNA മോളിക്യൂളാണ്. ആ മോളിക്യൂളിനെ ഒരു വെഹിക്കിളായി അല്ലെങ്കിൽ ഒരു വാഹനമായി ഉപയോഗിക്കുന്നു ടു ക്യാരി ആർട്ടിഫിഷ്യലി എ ഫോറിൻ ജനറ്റിക് മെറ്റീരിയൽ ഇൻറ്റു അനദർ സെൽ. ആ സെല്ലിൽ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും എക്സ്പ്രഷൻ ഉണ്ടാക്കാനും വേണ്ടി ഒരു ഫോറിൻ DNA സെഗ്മെന്റിനെ ആ സെല്ലിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ ഉപയോഗിക്കപ്പെടുന്ന DNA സെഗ്മെന്റുകളെയാണ് എന്ത് വിളിക്കുക? ക്ലോണിംഗ് വെക്റ്റേഴ്സ്. മനസ്സിലായോ? In molecular cloning, a vector is a DNA molecule used as a vehicle to artificially carry foreign genetic material into another cell, where it can be replicated or expressed. A vector containing foreign DNA is called a recombinant DNA. ക്ലോണിംഗ് വെക്റ്റർ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വെക്റ്ററിൽ നമ്മൾ ഒരു ഫോറിൻ ജീൻ സെഗ്മെന്റ് കൂട്ടിച്ചേർത്ത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് കടത്താൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, മറ്റൊരു പർപ്പസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്ലോണിംഗ്. ഏത് ജീൻ സെഗ്മെന്റ് ആണോ പുതിയൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ ജീൻ സെഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാനും ഈ വെക്റ്ററാണ് സഹായിക്കുക. സോ ഒരേ സമയം DNA ട്രാൻസ്ഫർ ചെയ്യാനും DNAയുടെ ആ ഡിസൈഡ് ജീൻ സെഗ്മെന്റിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാനും ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് ക്ലോണിംഗ് വെക്റ്റേഴ്സ് എന്നവയെ വിളിക്കുക, അല്ലെങ്കിൽ ക്ലോണിംഗ് വെഹിക്കിൾസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്ലാസ്മിഡ് DNAയിലേക്ക് ഒരു ഫോറിൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ഫോറിൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഇക്കോ R1 വെച്ച് പ്ലാസ്മിഡിനെ കട്ട് ചെയ്തു. അതേ ഇക്കോ R1 വെച്ച് തന്നെ ഫോറിൻ DNA കട്ട് ചെയ്തു. എന്നിട്ട് ആ ഫോറിൻ DNA സെഗ്മെന്റിനെ ഈ പ്ലാസ്മിഡ് DNAയുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിയ റീകോമ്പിനന്റ് DNA എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻറ്റു എ ബാക്ടീരിയൽ സെൽ. എന്തിനു വേണ്ടിയാണ്? ആ ബാക്ടീരിയൽ സെല്ലിനുള്ളിൽ ഈ ഫോറിൻ DNA സെഗ്മെന്റിന്റെ കോപ്പീസ് ഉണ്ടാക്കാൻ. ദാറ്റ് ഈസ് ഫോർ ക്ലോണിങ്, അല്ലേ? അങ്ങനെ ക്ലോൺസ് ഉണ്ടാകുമ്പോൾ ഓരോ തവണ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴും ആ DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാകും. ദാണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നില്ലേ, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി DNA. പല ബാക്ടീരിയൽ സെല്ലിലും മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA ഉണ്ടാകുകയാണ്. സോ ആ DNA കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തന്നെയുമല്ല DNA ട്രാൻസ്ഫർ ചെയ്യാനും കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്ത് വിളിക്കാം? ക്ലോണിംഗ് വെഹിക്കിൾ അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്റ്റർ. ഇനി ഒരു ബാക്ടീരിയൽ സെല്ല് നാച്ചുറലി സെൽ ഡിവിഷന് വിധേയമാകുമ്പോൾ DNA റെപ്ലിക്കേഷൻ നടന്ന് കോപ്പീസ് എടുക്കാം. അല്ലാതെ സെൽ ഡിവിഷൻ നടക്കാതെയും ചിലപ്പോൾ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പ്ലാസ്മിഡിന് സാധിക്കും. അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിലപ്പോൾ ധാരാളം കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ വെക്റ്ററായിട്ട് ഉപയോഗിക്കുന്ന DNAക്ക് കഴിവുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നോക്കിയേ, ഇവിടെ ഒരു ഫോറിൻ DNA സെഗ്മെന്റ്, അവിടെ ഒരു ടാർഗറ്റ് DNA ഇതാണ്. ആ ടാർഗറ്റ് DNAയിലേക്ക് ടാർഗറ്റ് DNA മുറിച്ചെടുത്ത് സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് അതിനെ മുറിച്ചെടുത്ത് ഒരു വെക്റ്ററിന്റെ DNAയിൽ കട്ടുണ്ടാക്കി ആ വെക്റ്ററിന്റെ DNAയിലേക്ക് ജീൻ സെഗ്മെന്റ് കൂട്ടിച്ചേർത്ത് ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ റീകോമ്പിനന്റ് DNA എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടത്തിവിട്ട് അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നു. സോ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കാനോ അല്ല എങ്കിൽ ആ ജീൻ സെഗ്മെന്റ് കൊണ്ട് എന്ത് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിച്ചോ ആ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ ഈ ബാക്ടീരിയൽ സെല്ലിനുള്ളിൽ നടത്തുക.
അപ്പോൾ ഒരു ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മറ്റൊരു സെല്ലിലേക്ക് കടത്തിവിട്ട് ആ സെല്ലിൽ അതിൻ്റെ കോപ്പീസ് എടുക്കുക എന്നത് ഒരു വശം. ആ കോപ്പീസ് എടുക്കുന്നതോടൊപ്പം ആ ജീനിൻ്റെ എക്സ്പ്രഷൻ അതൊരു പ്രോഡക്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇത് രണ്ടിനും വേണ്ടിയാണ് വെക്റ്റേഴ്സ് ഉപയോഗിക്കുക, ക്ലോണിങ് വെക്റ്റേഴ്സ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചില കോമൺലി യൂസ്ഡ് ക്ലോണിങ് വെക്റ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാണ് പ്ലാസ്മിഡ്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ് പ്ലാസ്മിഡ്. ചില ബാക്ടീരിയൽ സെൽ കാണുന്ന സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA അതിന് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പവർ ഉള്ളവയാണ്. ഏതൊരു സെല്ലിലേക്കും അതിനെ കടത്തിവിട്ടാൽ അതിന് സ്വന്തമായി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിവുണ്ട്. സോ പ്ലാസ്മിഡ് ഒരു കോമൺലി യൂസ്ഡ് വെക്റ്ററാണ്. മറ്റൊന്നാണ് ഫേജ് വെക്റ്റർ. ഫേജ് എന്ന് പറഞ്ഞാൽ അറിയാം, ബാക്ടീരിയോ ഫേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളാണ് ബാക്ടീരിയോ ഫേജ്. ബാക്ടീരിയോ ഫേജ് ലാംഡ അതിൻ്റെ DNAയും നമുക്ക് ജീൻ ക്ലോണിങ്ങിനായിട്ട് അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ആ ജീൻ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെ അവിടെ എന്തായിട്ടാണ് വിളിക്കുക? വെക്റ്റർ അല്ലേ. ഇനി മറ്റൊരു വെക്റ്ററാണ് കോസ്മിഡ് വെക്റ്റർ. മറ്റൊന്നാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം BAC. മറ്റൊന്ന് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം YAC. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പലതരം പ്ലാസ്മിഡുകൾ അല്ലെങ്കിൽ വെക്റ്റേഴ്സ് അവൈലബിൾ ആണ്. സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി മെയ്ഡ് പ്ലാസ്മിഡ്സ് ആണവ, ഓർ വെക്റ്റേഴ്സ് ആണവ. ഓക്കെ, ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ക്ലോണിങ് വെക്റ്റേഴ്സ്. ഒരു ക്ലോണിങ് വെക്റ്ററിന് ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ സ്വഭാവ ഗുണങ്ങളെന്ന് നോക്കാം. ഒന്ന്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, ഏതൊരു DNAയ്ക്കും സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ DNAയിലുള്ള ഈ ഒരു ബേസ് സീക്വൻസാണ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. 3, ക്ലോണിംഗ് സൈറ്റ്സ്. 4, വെക്റ്റേഴ്സ് ഫോർ ക്ലോണിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഒന്ന്, origin of replication. It is the base sequence from where the replication of DNA starts. DNA replication സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായ ബേസ് സീക്വൻസുകളെയാണ് എന്ത് വിളിക്കുക? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞു, ഒരു ഫോറിൻ DNA ഒരു സെല്ലിനകത്തേക്ക് വെറുതെ കടത്തി വിട്ടാൽ ആ ഫോറിൻ DNA ആ സെല്ലിനുള്ളിൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണമെന്നില്ല. എക്സ്പ്രഷൻ ഉണ്ടാക്കാം എങ്ങനെയെങ്കിൽ ആ ഫോറിൻ DNAയിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന ബേസ് സീക്വൻസ് ഉണ്ടെങ്കിൽ. ഇതൊന്നുമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് ജീൻ ഫ്രാഗ്മെൻറ്റ് മാത്രമാണ് കടത്തിവിടുന്നതെങ്കിൽ ഒരിക്കലും ആ സെല്ലിൽ അത് എക്സ്പ്രഷൻ ഉണ്ടാക്കില്ല. അഥവാ എക്സ്പ്രഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് പറഞ്ഞത്? ഒന്നുകിൽ ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ജീനോമിൻ്റെ പാർട്ടാക്കി മാറ്റണം, അല്ല എങ്കിൽ ഒരു വെക്റ്ററിലേക്ക് ആ DNA കൂട്ടിച്ചേർക്കണം, ആ ജീൻ ഫ്രാഗ്മെൻറ്റിനെ കൂട്ടിച്ചേർക്കണം. വെക്റ്ററിൽ എന്തുണ്ട്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള ബേസ് സീക്വൻസ് ഉള്ളതുകൊണ്ട് ഫോറിൻ DNA സെഗ്മെൻറ്റിൻ്റെ എക്സ്പ്രഷനും ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ORI is also responsible for controlling the copy number of linked DNA. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വെക്റ്ററായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന ബേസ് സീക്വൻസ് തന്നെയാണ് ആ പ്ലാസ്മിഡിന് അല്ലെങ്കിൽ ആ വെക്റ്ററിന് എത്ര കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. To obtain large number of copies of the alien DNA, cloning should be done in a vector which has an ORI that supports high copy number. അപ്പോൾ ഹൈ നമ്പർ ഓഫ് കോപ്പീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാക്സിമം നമ്പർ ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള വെക്റ്ററിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി സ്മോളർ DNA ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബേസ് സീക്വൻസ് ഒരെണ്ണം മതിയാകും ആ ഫുൾ DNA ഫുൾ ലെങ്തിൽ റെപ്ലിക്കേഷൻ നടക്കാൻ. എന്നാൽ ലാർജർ ആണ് DNA എങ്കിൽ ഒന്നിലധികം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കാണാം.
എങ്കിൽ മാത്രമേ പൂർണ്ണമായ രീതിയിൽ ആ DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളൂ. ഇനി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വെക്ടറിൻ്റെ കോപ്പി നമ്പറിനെ ഡിറ്റർമിൻ ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതിന് എക്സാമ്പിളാണ് PBr322 എന്നൊരു പ്ലാസ്മിഡ്. നമ്മൾ പ്ലാസ്മിഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു, ബാക്ടീരിയയിൽ നിന്നുള്ള ചില ഇനം ബാക്ടീരിയയിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. ആ DNAക്ക് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പവർ ഉണ്ട്. അങ്ങനെയുള്ള സെൽഫ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാസ്മിഡിനെ നമുക്ക് ആവശ്യമായ ചില ജീനുകളൊക്കെ കൂട്ടിച്ചേർത്ത് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡാണ് PBr322. സോ ഈ PBr322-ൽ 25 മുതൽ 50 കോപ്പീസ് വരെ ഉണ്ടാക്കാൻ പെർ സെൽ, ഒരു സെല്ലിൽ 25 മുതൽ 50 കോപ്പീസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. എന്നാൽ അതിലും കൂടുതൽ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാസ്മിഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ PUC, അതിനാണെങ്കിൽ 150 മുതൽ 200 കോപ്പി വരെ ക്ലോൺസ്, അതായത് ഡിസൈഡ് ജീൻ സെഗ്മെൻ്റ് ക്ലോൺസ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സെല്ലിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ട്. ഇനി ഈ കോപ്പി നമ്പർ ഓഫ് ദ പ്ലാസ്മിഡ് ഇൻഫ്ലുവൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് പ്ലാസ്മിഡ്. കാരണം എന്താണ്? ദ മെയിൻ്റനൻസ് ഓഫ് ദ പ്ലാസ്മിഡ് വിത്തിൻ ദ സെൽ ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ സമയത്ത് പ്ലാസ്മിഡിനെ ആ സെല്ലിൽ നിലനിൽക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് ഏതാണ്? അതിന് എത്രത്തോളം കോപ്പീസ് ഉണ്ടാകാൻ കഴിയുമെന്നുള്ളതിലാണ്. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടറാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടറിലുള്ള ചില ജീൻ സെഗ്മെൻറ്റുകൾ തന്നെയാണ്. പക്ഷേ ആ ജീൻ സെഗ്മെൻറ്റുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീൻ സെഗ്മെൻറ്റുകളായിരിക്കും. ആ ജീൻ സെഗ്മെൻറ്റുകൾ അവിടെ ഉള്ളതുകൊണ്ട് എന്താണ് പ്രയോജനം? ആ ജീൻ സെഗ്മെൻറ്റുകൾക്കുള്ളിലേക്ക് ഒരു DNA, ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ, അങ്ങനെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടുവെങ്കിൽ ആ DNA ട്രാൻസ്ഫോംഡായി, ചെയ്യപ്പെട്ടില്ല എങ്കിലോ നോൺ ട്രാൻസ്ഫോമൻ്റാണ്. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആയോ DNA അല്ല നോൺ ട്രാൻസ്ഫോമൻ്റ് ആയോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീൻ സെഗ്മെൻറ്റുകൾ, വെക്ടറിലുള്ള അത്തരം ജീൻ സെഗ്മെൻറ്റുകളെയാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുക. കോമൺലി യൂസ്ഡ് സെലക്റ്റബിൾ മാർക്കേഴ്സ് നമുക്ക് പറയാം. അതിനു മുമ്പ് സെലക്റ്റബിൾ മാർക്കറിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ ജീൻസ് വിച്ച് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഉണ്ടായിട്ടില്ലാത്ത DNAകൾ, ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട വെക്ടർ, അവയുടെ വളർച്ച പെർമിറ്റ് ചെയ്യാനും സഹായിക്കുന്ന ജീൻ സെഗ്മെൻറ്റുകളാണ് എന്ത്? സെലക്റ്റബിൾ മാർക്കേഴ്സ്. സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക്കിനെതിരെയുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീൻസാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ആംപിസിലിൻ, അതുപോലെ ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, കാനമൈസിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടിക്സിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീൻ സെഗ്മെൻറ്റുകൾ പല ഇനം ബാക്ടീരിയൽ സെൽസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജീൻ സെഗ്മെൻറ്റുകൾക്കുള്ളിലേക്ക് DNA ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആ ജീൻ സെഗ്മെൻറ്റുകൾ ഉപയോഗശൂന്യമായി, അതായത് ഇപ്പോൾ ആംപിസിലിൻ റെസിസ്റ്റൻ്റ് ജീൻ ഇരിക്കുന്ന ഭാഗത്തേക്കൊരു DNA കൂട്ടിച്ചേർത്താൽ ആ കൂട്ടിച്ചേർക്കൽ കാരണം ഒരു ഇൻസേർഷൻ ഉണ്ടായത് കാരണം എന്ത് സംഭവിക്കുന്നു? ആംപിസിലിൻ റെസിസ്റ്റൻസ് അതിന് നഷ്ടമാകും. അപ്പോൾ ആ നഷ്ടമാകൽ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംപിസിലിൻ റെസിസ്റ്റൻസ് ഒരു ബാക്ടീരിയൽ കോളനിക്ക് നഷ്ടമാകുന്നുവെങ്കിൽ ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. ആ ആംപിസിലിൻ റെസിസ്റ്റൻസ് അവയ്ക്ക് നഷ്ടമാകലാണ് അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നതിന് തെളിവ്, അല്ലേ? സോ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഇവയൊക്കെയാണ് സാധാരണ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ഓഫ് E. coli. നമ്മൾ നേരത്തെ ഒരു PBr322 പറ്റി പറഞ്ഞു. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡാണിത്. ഈ PBr322 രണ്ട് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണുള്ളത്. ഒന്ന് AMPR ആൻഡ് മറ്റൊന്ന് TETR. AMPR എന്ന് പറഞ്ഞാൽ ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ, മറ്റേത് TETR എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ.
അപ്പോൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് PBR322 വെച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് PBR322 എന്ന പ്ലാസ്മിഡ്. ഒട്ടും നാച്ചുറൽ അല്ല, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലാസ്മിഡ് മാത്രമായിരുന്നു ഇത്. ഇതിനെ ഈ രൂപത്തിലേക്ക് നമ്മൾ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതിലേക്ക് ആദ്യം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ AMPR, അതുപോലെ TETR, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് അതിലേക്ക് കൂട്ടിച്ചേർത്തു. എന്നിട്ട് അതിൽ പല പല ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചു. എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. വെക്റ്റർ ആകുമ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മസ്റ്റ് ആണല്ലോ. ഇവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, കണ്ടില്ലേ. ഇനി മറ്റൊരു സെഗ്മെൻറ്റ് കണ്ടു, ROP കണ്ടില്ലേ. ROP എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷൻ ആവശ്യമായ, ഒരു പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ ആവശ്യമായ പ്രോട്ടീൻസിന് വേണ്ടി കോഡ് ചെയ്യപ്പെടുന്ന ജീൻ സെഗ്മെൻ്റാണ് ROP. ROP is the gene segment that codes for proteins involved in the replication of plasmids. Okay, then antibiotic resistant genes ഉണ്ട്. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇരിക്കുന്ന ഭാഗമാണ്. ഇത് ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇരിക്കുന്ന ഭാഗമാണ്. ഇനി ഇത് കൂടാതെ പല കാര്യങ്ങൾ ഇവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടു. ഇതിൻ്റെയൊക്കെ പേരുകൾ നോക്കാം. BAM H1, ICO R1, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. HIND 3 അല്ലേ. ഇവിടെ പുറമേ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എന്താണെന്നറിയുമോ? റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേരുകളാണ്. പക്ഷേ ഇവിടെ ഈ സൂചിപ്പിച്ചിരിക്കുന്നത്, ഇതിനെ ഓരോ ആരോ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ പർട്ടിക്കുലർ എൻസൈമിന് മുറിവുണ്ടാക്കാൻ പറ്റിയ പാലിൻഡ്രോമിക് ബേസ് സീക്വൻസ് ഉണ്ടെന്ന്. അതായത് ICO R1 ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ICO R1 ഇവിടേക്ക് സൂചിപ്പിച്ചിരിക്കുന്ന അർത്ഥം ഈ ഭാഗത്തിനിടയിൽ ഒരു ബേസ് സീക്വൻസ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച GAATTC എന്ന് 2 സ്ട്രാൻഡിലും വായിക്കപ്പെടുന്ന ബേസ് സീക്വൻസ് എവിടെയുണ്ട്? ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ICO R1 കട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു പൊസിഷൻ ഉണ്ട് എന്നർത്ഥം. അതുപോലെ പല പല റെസ്ട്രിക്ഷൻ എൻസൈമിന് പറ്റിയ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇനി ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും ഓരോ സ്ഥലത്ത് മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു സൈറ്റ് എന്നർത്ഥത്തിലാണ്, അല്ലേ. സോ റെസ്ട്രിക്ഷൻ സൈറ്റ് 1. ഇനി PBR322 ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ്. അതിനെ കണ്ടെത്തിയത് 1977 ഈ കോളൈ സെല്ലിലെ ഒരു പ്ലാസ്മിഡിനെ എടുത്താണ് അതിനെ മോഡിഫൈ ചെയ്താണ് PBR322 ആക്കി മാറ്റിയത്. പേരിൽ P എന്ന് സൂചിപ്പിക്കുന്ന പ്ലാസ്മിഡാണ്. B for Bolivar ആൻഡ് R for Rodriguez. ഇതിൽ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്. ഒന്ന് AMPR, മറ്റൊന്ന് TETR. ഓക്കെ. ഇനി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് എന്തിന് സഹായിക്കുന്നു നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഹെൽപ്പ് ഇൻ സെലക്ടിങ് ദ റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ്. എന്താണ് റീകോമ്പിനൻസ്? ഫോറിൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടാൽ മോഡിഫൈഡായി മാറിയ, ട്രാൻസ്ഫോംഡായി മാറിയ DNA ആണ് റീകോമ്പിനൻറ്റ് DNA. അഥവാ റീകോമ്പിനേഷൻ നടന്നില്ലെങ്കിലോ അതിനെ നോൺ റീകോമ്പിനൻ്റ് എന്ന് പറയും, അല്ലേ. സോ ഇനി എങ്ങനെയാണ് ആ നോൺ റീകോമ്പിനൻസിൽ നിന്ന് റീകോമ്പിനൻസിനെ തിരിച്ചറിയുന്നത്? ബൈ എ മെത്തേഡ് കോൾഡ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരു DNA ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ ആ DNAയുടെ ഇൻസേർഷൻ മൂലം, അത് ഉള്ളിലേക്ക് കടത്തി വെക്കുന്നത് മൂലം അവിടെയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ നഷ്ടമാകുന്നു. ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് നഷ്ടമാകുക എന്ന് പറയുന്നത് എന്താണ്? അതിന് കാരണം എന്താണ്? ഡ്യൂ ടു ആൻ ഇൻസേർട്ട്, അല്ലേ. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. സോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ഇനാക്ടിവേഷൻ ഓഫ് നേറ്റീവ് ജീൻസ് ഓഫ് എ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫോറിൻ ജീൻ സെഗ്മെൻറ്റ്. ഓക്കെ. ഇനി വെക്റ്ററിൻ്റെ അടുത്ത ക്വാളിറ്റിയാണ് ക്ലോണിംഗ് സൈറ്റ്സ്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻ സൈറ്റ്.
ഒരു PBr322 എന്ന ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡിൽ പല റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര് സൂചിപ്പിച്ച് ആരോസ് കൊടുത്തിരിക്കുന്നു പറഞ്ഞു, ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ലേബൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ എൻസൈമിന് കട്ടുണ്ടാക്കാൻ പറ്റിയ ബേസ് സീക്വൻസ് ആ ഭാഗത്ത് DNA ഉണ്ടെന്നർത്ഥം. സോ ആ സ്ഥലങ്ങളെ, മുറിവുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ എന്താ പറയുക? റെസ്ട്രിക്ഷൻ സൈറ്റ്. ഇനി ആ സൈറ്റ് ആരാണ് കണ്ടെത്തുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈമാണ് കണ്ടെത്തുന്നത്. അത് റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ സൈറ്റിനെ എന്ത് വിളിക്കാം? റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയാം. ഇനി അവിടെയാണ് മുറിവുണ്ടാകുന്നത്. മുറിവുണ്ടായ ഭാഗത്ത് തന്നെയാണ് ഫോറിൻ ജീൻ സെഗ്മെൻറ്റ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഭാവിയിൽ ക്ലോൺസ് ഉണ്ടാകേണ്ടത്, ജീൻ ക്ലോണിങ് നടക്കേണ്ട ഭാഗവും അതുതന്നെയാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എന്തും? ക്ലോണിങ് സൈറ്റ്. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ സൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ടായിരിക്കും. ഒരു വെക്ടറിൽ മിക്കവാറും ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒന്ന് മാത്രമേ കാണുകയുള്ളൂ ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ക്ലോണിങ് സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ്. നോക്കാം. ദ ലിഗേഷൻ ഓഫ് ഏലിയൻ DNA is carried out at a restriction site present in one of the two antibiotic resistant gene. അപ്പോൾ ഈ സൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? റെസ്ട്രിക്ഷൻ സൈറ്റ്. മുറിവുണ്ടാക്കുന്നത് അവിടെ ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻ സൈറ്റ്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അതുകൊണ്ട് അതിനെ റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് വിളിക്കാം. ആ ഭാഗത്താണ് പുതിയ DNA കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് ന്യൂ കോപ്പി ഓഫ് DNA എടുക്കപ്പെടുന്നതും അത് ആ ഭാഗം തന്നെ ആയതുകൊണ്ട് അതിനെ ക്ലോണിങ് സൈറ്റ് എന്ന് പറയാം. സോ ഇതെല്ലാം ഒരു പേര് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. It is a sequence of approximately 6 to 8 base pairs of DNA that are located on a DNA molecule containing specific sequence of nucleotides. അതിനെ ആരാ റെക്കഗ്നൈസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ. ഇനി ഒരു ഏലിയൻ DNA ഒരു വെക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏലിയൻ DNAക്ക് പറ്റിയ ബേസ് സീക്വൻസ് ഉണ്ടായിരിക്കണം ആ വെക്ടറിൽ. ആ ഒരു സൈറ്റ് പ്രിഫറബിളി ഒന്നേ കാണാൻ പാടുള്ളൂ. കാരണം അവിടെ അതിലെ ബേസ് സീക്വൻസുമായിട്ട് കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ് ഉള്ള DNA സെഗ്മെൻ്റ് അല്ലേ അവിടേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഫോറിൻ DNAയും വെക്ടർ DNAയും നമ്മൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി വെക്ടറിൻ്റെ DNAയിൽ ഒരു എൻസൈമിന്, ഇപ്പോൾ ECOR1 എന്ന എൻസൈമിന് ഒന്നിലധികം സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ബേസ് സീക്വൻസിൽ പല സ്ഥലങ്ങളിലായിട്ട് ECOR1 മുറിവുണ്ടാക്കാൻ പറ്റിയ സ്ഥലമുണ്ട് എങ്കിൽ പ്ലാസ്മിഡ് DNA പല പീസായി മുറിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ലിഗേഷൻ എന്ന് പറയുന്നത് പ്രയാസമാകും. അതുകൊണ്ട് എന്താണ് അഭികാമ്യം? ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ്, ഒരു എൻസൈമിന് അറ്റ്ലീസ്റ്റ് 1 റെസ്ട്രിക്ഷൻ സൈറ്റ്, ഒന്നോ രണ്ടോ, മാക്സിമം 2, ഒന്നിലധികം പാടില്ല എന്നുള്ളതാണ് കൂടുതലും കറക്റ്റ്. അതിന് കാരണം ഇതാണ്: presence of more than one recognition site within the vector will generate several fragments which will complicate the gene cloning. ഇനി നമ്മൾ ഇവിടെ ഒരു PBr322 എന്ന ഒരു വെക്ടറിലേക്ക് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയാണ്. ഡിസൈഡ് ജീൻ സെഗ്മെൻ്റാണിത്. ഈ ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റിനെ എങ്ങോട്ടേക്കാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഇതാണ് ടെട്രാസൈക്ലിൻ. ഇവിടെ ഈ റോസ് കളർ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇരിക്കുന്ന ഭാഗം. ഈ ഇത്രയും ഭാഗത്തിന് ഇടയിലായിട്ട് BAMH1 എന്ന എൻസൈമിന് മുറിവുണ്ടാക്കാൻ പറ്റിയ ബേസ് സീക്വൻസ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഒരു ജീൻ ഇൻസേർട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മുറിവുണ്ടാക്കാൻ ഏത് എൻസൈം ഉപയോഗിക്കണം? BAMH1. അതായത് അവിടുത്തെ ബേസ് സീക്വൻസിൽ കട്ടുണ്ടാക്കാൻ പറ്റിയത് ഏത് എൻസൈമാണ്? BAMH1. സോ BAMH1 എൻസൈം അപ്ലൈ ചെയ്യണം. അങ്ങനെ മുറിവുണ്ടാകും. എന്നിട്ട് അതിന് ഫോറിൻ DNA സെഗ്മെൻറ്റ്, ഇതിന് കോംപ്ലിമെൻ്ററി ബേസ് സീക്വൻസ് ഉള്ള വെക്റ്റർ ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് തന്നെ ആയിരിക്കും അവിടെ വരിക. അത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ വരും. സോ ദ ലിഗേഷൻ ഓഫ് ഏലിയൻ DNA is carried out at a restriction site present in one of the two antibiotic resistant genes. For example,
You can ligate a foreign DNA at the BAM-H1 site of tetracycline resistant gene in the vector PBR322. BAM-H1 സൈറ്റ് എവിടെയുള്ളത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇരിക്കുന്ന ഭാഗത്ത്. അങ്ങനെ കൂട്ടിച്ചേർത്തുവെങ്കിൽ ആ പ്ലാസ്മിഡ് എന്തായി മാറി? റീകോമ്പിനന്റ് പ്ലാസ്മിഡായി. റീകോമ്പിനന്റ് പ്ലാസ്മിഡിൽ അപ്പോൾ ഒരു ഇൻസേർട്ട് ഉള്ളതുകൊണ്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് അതിന് നഷ്ടമാകും അല്ലേ? സോ ദ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് വിൽ ലൂസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA, ബട്ട് can still be selected out from non-recombinant ones by plating the transformants on ampicillin containing medium. നമ്മൾ PBR322 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 2 ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. അതിൽ ഒന്നായ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇരിക്കുന്ന ഭാഗത്തേക്കൊരു DNA ഇൻസേർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടമായി. പക്ഷേ നമുക്കതിനെ തിരിച്ചറിയാനുള്ള മാർഗം, അതിനെ ആദ്യം ആ ബാക്ടീരിയൽ കോളനി ആദ്യം ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തുന്നു. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉള്ളതുകൊണ്ട് അവയ്ക്ക് ആംബിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാവേയില്ല. അത് നല്ല രീതിയിൽ വളരും അല്ലേ? എന്നാൽ റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡുകളെ നമുക്ക്, അതായത് ട്രാൻസ്ഫോമൻസിനെ ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അതിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് നഷ്ടമായി അല്ലേ? സോ the transformants growing on ampicillin containing medium are then transferred on a medium containing tetracycline. The recombinants will grow in ampicillin containing medium. Recombinants ആണെങ്കിലും അല്ലാത്തവയാണെങ്കിലും ആംബിസിലിൻ മീഡിയത്തിൽ വളരും, ബട്ട് നോട്ട് ഓൺ ദ മീഡിയം ദാറ്റ് കണ്ടെയ്ൻ ടെട്രാസൈക്ലിൻ. ടെട്രാസൈക്ലിനുള്ള മീഡിയത്തിൽ അതിന് വളരാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടേക്കാണ് ഒരു ജീൻ ഇൻസേർട്ട് ഉണ്ടായത്, അവിടുത്തെ ജീൻ നഷ്ടമായി, അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാകുന്നില്ല അല്ലേ? സോ നോൺ റീകോമ്പിനൻസിന് 2 ആൻറ്റിബയോട്ടിക്കിലും സുഖമായി വളരാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ റീകോമ്പിനൻസിന് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് സൂചനയാണ് തരുന്നത്? ഇൻ ദിസ് കേസ് ശ്രദ്ധിച്ച് കേൾക്കുക, 1 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഹെൽപ്സ് ഇൻ സെലക്ടിങ് ദ ട്രാൻസ്ഫോമൻസ്, whereas the other antibiotic resistant gene gets inactivated due to the insertion of alien DNA and helps in selection of the recombinants. എന്താ പറഞ്ഞത്? 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളുള്ളതുകൊണ്ട് ഗുണം എന്താണ്? ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ നഷ്ടമാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നഷ്ടമാകുന്നത് കൊണ്ട് ഒരു ഇൻസേർട്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉള്ളത് കൊണ്ട് ട്രാൻസ്ഫോമൻസ് ഏതെന്നും നമുക്ക് തിരിച്ചറിയാം. മനസ്സിലായില്ലേ? സോ അങ്ങനെ നമ്മൾ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയൽ കോളനിയെ ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് അപ്പാടെ മാറ്റിയാൽ അതിൽ ട്രാൻസ്ഫോമൻസ് ഉണ്ടെങ്കിൽ അവയെല്ലാം അങ്ങ് നശിച്ചു പോകും അല്ലേ? നമ്മളൊരു ഫോറിൻ ജീൻ കൊടുത്ത് അത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ കോളനി നശിച്ചു പോകും. അപ്പോൾ ഒരു വലിയ വിഭാഗം ബാക്ടീരിയൽ കോളനി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ പരീക്ഷണത്തിനിടയിൽ അല്ലേ? അതുകൊണ്ട് തന്നെ അത്തരമൊരു ലോസ് ഉണ്ടാകാതിരിക്കാൻ ഓൾട്ടർനേറ്റീവ്സ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് മറ്റ് ചില മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് നോക്കാം. Therefore, alternative selectable markers have been developed which differentiate recombinants from non-recombinants on the basis of their ability to produce color in the presence of a chromogenic substrate. അവിടെ റീകോമ്പിനേഷൻ നടത്താൻ ശ്രമിക്കുന്നത് ഒരു കളറിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാകാൻ കാരണമായ ജീൻ സെഗ്മെന്റ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ്. ഒരു ഇൻസേർട്ട് ഉണ്ടായാൽ ആ ക്രോമോജനിക് അല്ലെങ്കിൽ കളറിംഗ് സബ്സ്റ്റൻസിന് എക്സ്പ്രഷൻ ഉണ്ടാകില്ല, കളർ ഉണ്ടാകില്ല. അപ്പോൾ കളർ ഉണ്ടാകാതിരിക്കൽ എന്ത് സൂചന തരും? ഇൻസേർട്ട് ഉണ്ടായി എന്ന്. കളർ ഓൾറെഡി ഉണ്ടായിരുന്ന കളർ നിലനിൽക്കുകയാണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ നടന്നില്ല എന്ന്. ഓക്കെ, അത്
ഒരു റീകോമ്പിനന്റ് DNA is inserted within the coding sequence of an enzyme, beta galactosidase. This results in the inactivation of the enzyme, which is referred to as insertional inactivation. അവിടെയും ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ തന്നെയാണ്. കാരണം അവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിൻ്റെ ബേസ് സീക്വൻസിനിടയിലേക്ക് ഒരു ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈം ഉണ്ടാകാതിരിക്കൽ എന്താ സൂചിപ്പിക്കുന്നത്? ആ ജീൻ സെഗ്മെൻറ്റിനുള്ളിലേക്കാണ് ഇൻസേർട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ജീൻ ഇൻസേർട്ടിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ തടസ്സപ്പെട്ടു. ആ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ തടസ്സപ്പെടലാണ് അവിടെ എന്ത് സൂചന തരുന്നത്? റീകോമ്പിനേഷൻ നടന്നു എന്നത്. ഓക്കെ, ഇനി ആ കളറിംഗ് സബ്സ്റ്റൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഗീവ് ബ്ലൂ കളേർഡ് കോളനീസ്. നോർമലി ആ ക്രോമോജനിക് സബ്സ്ട്രേറ്റിൻ്റെ പ്രസൻസിൽ ബാക്ടീരിയ ബ്ലൂ കളേർഡ് കോളനി ആയിട്ടാണ് കാണുക. കാരണം അവയിൽ മറ്റ് ഇൻസേർട്ടുകളൊന്നും ഇല്ല, ഫോറിൻ DNA ഒന്നും ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു ഇൻസേർട്ടിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ആ നേറ്റീവ് ജീൻസിൻ്റെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടക്കും. അതായത് അവിടെയുള്ളത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിന് കാരണമായ ജീനും അതിനോടൊപ്പം കളറിംഗ് സബ്സ്റ്റൻസിന് കാരണമായ ജീനും അല്ലേ. സോ ആ പാർട്ടിലേക്ക് DNA ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ കളർ ഉണ്ടാകില്ല. കളർ ഉണ്ടാകാതിരിക്കൽ എന്ത് സൂചന തരുന്നു? അവിടെ ഒരു ഇൻസേർട്ട് ഉണ്ടായി. നമുക്കിതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കേ, LAC-Z എന്ന് പറയുന്ന ജീൻ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ഉണ്ടാകാൻ കാരണമായ ജീനാണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം കൺവേർട്ട് XGAL, അതായത് കളർലെസ് കോമ്പൗണ്ടിനെ ബ്ലൂ കളേർഡ് കോമ്പൗണ്ടാക്കി മാറ്റും. ഓക്കെ, ഈ XGAL എന്ന് പറഞ്ഞാൽ 5-ബ്രോമോ 4-ക്ലോറോ 3-ഇൻഡോലൈൽ ബീറ്റാ ഡി ഗാലക്ടോപൈറനോസൈഡ് എന്ന് പറയും. അതിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, ഇത്രയും ഓർത്താൽ മതി. XGAL എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരു ബ്ലൂ കളേർഡ് കോമ്പൗണ്ടായിട്ട് മാറാൻ കാരണമാകും LAC-Z ജീൻ. എന്നാൽ വെക്ടറിൽ ഈ LAC-Z ജീൻ ഉണ്ടെങ്കിൽ വെക്ടറിൻ്റെ LAC-Z ജീൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരു DNA ഇൻസേർട്ട് ചെയ്താൽ ആ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്ത് കളറിന് കാരണമായ ജീൻ സെഗ്മെൻറ്റ് നഷ്ടമാകും. കളറിന് കാരണമായ ജീൻ സെഗ്മെൻറ്റ് നഷ്ടമാകുക എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ DNA ആയതുകൊണ്ട് അതൊരു റീകോമ്പിനൻറ്റ് DNA ആയി മാറി. അതോടൊപ്പം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കളറിന് കാരണമായ ജീനിൻ്റെ ഇനാക്ടിവേഷൻ ഉണ്ടായി. അപ്പോൾ ബാക്ടീരിയൽ കോളനി കളറില്ലാതെ കാണപ്പെടും. എന്നാൽ ഇൻസേർട്ട് ഒന്നും ഉണ്ടായില്ല എങ്കിൽ ബാക്ടീരിയൽ കോളനി എങ്ങനെ കാണും? അതിന് കളർ ഓൾറെഡി അത് ബ്ലൂ കളേർഡാണ്, അതേപോലെ തന്നെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ LAC-Zൻ്റെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ബ്ലൂ കളേർഡ് കോളനി ഉണ്ടാകും. LAC-Zൻ്റെ ആക്ടിവിറ്റി നഷ്ടമായാൽ ബ്ലൂ കളർ കാണിക്കില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ആക്ടിവിറ്റി വ്യത്യാസപ്പെടുന്നത്? ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു ദ സീക്വൻസ് ഓഫ് LAC-Z ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഒക്കേഴ്സ്. അതുകൊണ്ട് ആ കളറിംഗ് സബ്സ്റ്റൻസിന് നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കളറിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കളർലെസ് കോളനീസ് ഉണ്ടാകാൻ കാരണമാകും. ഞാൻ നോക്കിയേ, നമുക്കൊന്നുകൂടി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ്, ഇതിൽ 2 തരം ബാക്ടീരിയകളാണ് കാണുന്നത്. കളേർഡായിട്ട് കാണുന്നവ ഇൻസേർഷൻ ഒന്നും ഉണ്ടാവാത്ത, അതായത് ഓൾറെഡി LAC-Z ജീനുണ്ട്. ആ LAC-Z ജീൻ ആൽഫ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കളറിംഗ് സബ്സ്റ്റൻസും ഉണ്ട്. അതുകൊണ്ട് ബ്ലൂ കളേർഡായിട്ട് കാണുന്നു. എന്നാൽ ആ പാർട്ടിലേക്ക് ഒരു DNA ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട് കളർലെസ് ആയി മാറിയിട്ടുള്ള ബാക്ടീരിയൽ കോളനിയാണ് ഇതിനിടയിൽ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ അതെന്ത് സൂചിപ്പിക്കുന്നു? ഈ കളർലെസ് ബാക്ടീരിയൽ കോളനി എന്ത് സൂചനയാണ് തരുന്നത്? റീകോമ്പിനേഷൻ നടന്നുവെന്ന്. ഓക്കെ, ഇവിടെ പ്ലാസ്മിഡ് വെക്ടറിലെ ക്ലോണിങ് സൈറ്റാണിത്. അതിൽ ഫോറിൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു. ആ ഫോറിൻ DNA ഇതാണ്ട് ഇവിടെയാണ് LAC-Z ജീൻ ഇരിക്കുന്നത്. ആ LAC-Z ജീനിലേക്ക്
ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഇവിടെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയുള്ള കോളനീസ് ആയിരിക്കും? കളർലെസ് കോളനീസ്, അതായത് വൈറ്റ് കോളനീസ്. എന്നാൽ വേറൊരു ഭാഗത്താണ് ഈ ഇൻസേർട്ട് ഉണ്ടാകുന്നതെങ്കിൽ കളർലെസ് കോമ്പൗണ്ട്, കളറിങ് കോമ്പൗണ്ടിന് നഷ്ടമൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ടത് കളേർഡായിട്ട് തന്നെ കാണും. മനസ്സിലായില്ലേ? ഇവിടെ ഇൻസേർട്ട് ഒന്നുമില്ല എങ്കിലും എന്തായിട്ട് കാണും? ബ്ലൂ കളേർഡ് തന്നെ കോളനീസ് നിലനിൽക്കും. അപ്പോൾ അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് അല്ലാതെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് ഉപയോഗിച്ച് സെലക്റ്റബിൾ മാർക്കേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 4ാമത്തെ പോയിൻ്റാണ്, വെക്ടറിൻ്റെ സ്വഭാവ ഗുണമാണ്. വെക്ടറിനെ പ്ലാന്റ്സിലും അനിമൽസിലും ക്ലോണിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബാക്ടീരിയം, അതായത് ട്യൂമർ ഇൻഡ്യൂസിങ് ബാക്ടീരിയം എന്ന് വിളിക്കുന്ന അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ്, അതിന് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടാകാനുള്ള കാരണക്കാരനാകുന്ന ജീനാണ് TDNA. ഈ TDNA നോർമൽ പ്ലാന്റ് സെല്ലിനെ ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടാകാൻ പ്രേരിപ്പിക്കുന്ന DNA ആണ്. ഈ DNA അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു നാച്ചുറലി ഒരു നോർമൽ സെല്ലിനെ ക്യാൻസറസ് സെൽസാക്കി മാറ്റാൻ അല്ലെങ്കിൽ ക്യാൻസറസ് സെൽസാക്കി മാറ്റാനുള്ള അതിന് എന്താ പറയുക, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ആ കഴിവ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. എങ്ങനെ? TDNAയിൽ ക്യാൻസറസ് ആക്ടിവിറ്റി എന്നത് ഒഴിച്ചു നിർത്തി അതിന് ഒരു പ്ലാന്റിൻ്റെ ബോഡിക്കുള്ളിൽ കടന്നാൽ തൻ്റെ എക്സ്പ്രഷൻ അവിടെ കാണിക്കാൻ, അതായത് ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആർക്കുണ്ട്? അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസിനുണ്ട്. ആ ടെൻഡൻസി ഒരു പ്ലാന്റ് ബോഡിയിൽ ട്യൂമർ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള DNA ആണ് TDNA. ആ DNAയുടെ കഴിവിനെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ആ കഴിവുള്ള DNA, അതായത് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള DNA ആണത്. അതിനെ നമുക്ക് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയും ജീൻ ക്ലോണിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കാം. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആണെന്ന് പറയാം. ഇനി the tumor-inducing plasmid TI plasmid of agrobacterium is now modified into a cloning vector. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത് റിട്രോവൈറസസ്. റിട്രോവൈറസസ് എന്ന് പറയുന്ന അനിമൽ സെൽസിൽ നോർമൽ സെല്ലിനെ ക്യാൻസറസ് ആക്കി മാറ്റുന്ന വൈറസുകളാണ് റിട്രോവൈറസുകൾ. ഈ റിട്രോവൈറസുകളെയും അവയുടെ ക്യാൻസറസ് എന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഹാർംഫുൾ എഫക്റ്റ് ഇല്ലാതെ ആക്കിക്കൊണ്ട് അതിനെ ബെനിഫിഷ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ഫോർ ട്രാൻസ്ഫറിങ് ജീൻസ് ആൻഡ് ഫോർ ക്ലോണിങ് ജീൻസ്. ഓക്കെ, സോ എക്സാമ്പിൾ ഫോർ വെക്ടേഴ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ചോദിച്ചാൽ ഏതൊക്കെ എഴുതാം? ഒന്ന് TI പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ്, മറ്റൊന്ന് ക്യാൻസർ കോസിങ് പ്ലാസ്മിഡ് ഓഫ് റിട്രോ വൈറസസ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ക്ലോണിംഗ് വെക്ടറിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. ഒന്നുകൂടെ പറയാണ്. ഇറ്റ് ഷുഡ് പൊസസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇറ്റ് ഷുഡ് ഹാവ് റെസ്ട്രിക്ഷൻ സൈറ്റ്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു സൈറ്റേ പാടുള്ളൂ. അതുപോലെ സെലക്റ്റബിൾ മാർക്കേഴ്സ് കാണണം, അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റ് സെലക്റ്റബിൾ മാർക്കേഴ്സോ ഉപയോഗിക്കാം. പിന്നെ വെക്ടർ DNA എന്ന് പറയുന്ന സ്മോൾ സൈസിലുള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് മറ്റൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കൂ. ലാർജ് എമൗണ്ട് ഓഫ് DNA കൂട്ടിച്ചേർക്കാൻ പറ്റുന്നവയുമായിരിക്കണം. ധാരാളം കോപ്പീസ്, അതായത് ഫോറിൻ ജീൻ സെഗ്മെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ ക്ലോണിങ്ങിന് പറ്റുന്ന ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള വെക്ടേഴ്സിനെ വേണം ഉപയോഗിക്കാൻ. പ്രൊക്യാരിയോട്ടിക് കണ്ടീഷനിലും യൂക്യാരിയോട്ടിക് സെൽസിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന DNA-കളെ ആയിരിക്കണം എന്തായിട്ട് ഉപയോഗിക്കുക? വെക്ടേഴ്സായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. ഇതിൽ ക്ലോണിംഗ് വെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ജെൽ ഇലക്ട്രോഫോറസിസ്, പിന്നെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.